ഞാനീ പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള ചടയമംഗലത്തുള്ള ജഡായു എർത്ത് സെൻറ്റർ അഥവാ ജഡായു പാറയിലേക്കാണ്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും 22 കിലോമീറ്ററും ചടയമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്നും 1.8 കിലോമീറ്ററുമാണ് ഇവിടേക്ക് ദൂരമുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ഞാൻ എടുത്ത ടിക്കറ്റ്. ഞാൻ കേബിൾ കാറിലാണ് പോയത്. അടുത്ത തവണ വരുമ്പം എനിക്ക് നടന്ന് സ്റ്റെപ്പുകൾ കയറി തന്നെ വരണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ ചെന്ന സമയത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നു. കേബിൾ കാറിലിരുന്നുള്ള വ്യൂവും വളരെ രസമായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചറാണ് വേൾഡിൽ തന്നെ. 200 ഫീറ്റ് ലെങ്ത്താണ് അതിനുള്ളത്. 65 ഏക്കർ സ്ഥലത്താണ് ഇതിരിക്കുന്നത്. ഈ ബേർഡ് സ്കൾപ്ചറിൻ്റെ ഒരു മിത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമായണത്തിൽ പറയുന്നത് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ജഡായു രക്ഷിക്കാനായിട്ട് ചെന്നു. അപ്പം മുറിവേറ്റ് അദ്ദേഹം ഇവിടേക്കാണ് വീണത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മുറിവേറ്റ ജഡായുവിനെയാണ് ഈ സ്കൾപ്ചറൽ രാജീവ് അഞ്ചൽ എന്ന കലാകാരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടെമ്പിളും ഉണ്ടായിരുന്നു. ഈ ടെമ്പിളിലും ഞാൻ കയറിയിരുന്നു. വളരെ കാമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു. വളരെ രസമായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഞാൻ ചെന്ന സമയത്ത് മഴയുണ്ടെന്ന് പറഞ്ഞില്ലേ, ചെറിയ ചാറ്റൽ മഴയായിരുന്നു. അത് വളരെ രസമായിരുന്നു. ഈ ജഡായു പാറയ്ക്കകത്ത് എന്തോ ഉണ്ട്, പക്ഷെ അവിടെ എനിക്ക് കയറാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. കുറേ സ്ഥലങ്ങൾ ഞാൻ ചെന്ന സമയത്ത് ക്ലോസ്ഡ് തന്നെയായിരുന്നു. കാരണം അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. ഇനി ഒരു തവണ കൂടി ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടേക്ക്. ഞാൻ കുറേയധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പലതരം ആക്ടിവിറ്റീസും ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടില്ല. ഇത് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. എന്ത് കാമാണെന്നറിയോ. ഒരിക്കൽ കൂടി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൊല്ലത്ത് ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടായിരുന്നിട്ടും ഇത്രയും നാൾ ഞാൻ പോയില്ലല്ലോ എന്നാലോചിച്ച് ചെറിയൊരു വിഷമം എനിക്ക് തോന്നിയിരുന്നു. ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതാ ഞാൻ പറഞ്ഞ് ക്ലോസ്ഡ് ആയിട്ട് നിന്ന സ്ഥലം എന്ന്. തിരികെ പോയതും കേബിൾ കാറിൽ തന്നെ ആയിരുന്നു. കേബിൾ കാറിന് മറ്റൊരു ഫീസും അവർ വെച്ചിട്ടുണ്ട്. റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇതവിടെ കണ്ടൊരു ശിലയാണ്. റെയിൻകോട്ടൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും, പക്ഷേ വില അതിനും കൂടുതലായിട്ട് എനിക്ക് തോന്നി. മുകളിലെ ചായയും സ്നാക്സും ഒക്കെ കിട്ടും. ഇത് ഞാൻ തിരികെ പോകാൻ ഇറങ്ങിയപ്പോഴുള്ളതാണ്. കേബിൾ കാറിൽ തന്നെയാണ് പോയതും. നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്നുള്ളത്.